ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയുടെ പേര് തന്നെ കലങ്ങി മറിഞ്ഞ് നിലമ്പൂർ. എന്താണ് നിലമ്പൂരിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? അത് തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. PV അൻവറിൻ്റെ UDF പ്രവേശനത്തെ ചൊല്ലി കോൺഗ്രസിൽ ചർച്ച മുറുകുന്ന കാര്യം നിങ്ങൾക്കറിയാലോ. മുന്നണി പ്രവേശനമില്ലാത്തതിലും UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലുമുള്ള അതൃപ്തി പരസ്യമാക്കി അൻവർ പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾ കണ്ടതാണ്. തൃണമൂൽ കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സര രംഗത്തിറക്കുമെന്നും സൂചന നൽകിയിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ പരസ്യമായി എതിർത്തതിൽ പ്രതിഷേധമുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് വേളയിൽ അൻവറിനെ പിണക്കുന്നത് നല്ലതല്ലെന്ന ചിന്തയിലാണ് കോൺഗ്രസ്. ഉപതെരഞ്ഞെടുപ്പുമായും UDFന്റെ പ്രവർത്തനങ്ങളുമായും സഹകരിക്കുമോ എന്ന് അൻവർ തീരുമാനിക്കണമെന്ന് ഇന്നലെയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചിരുന്നു. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെ അൻവർ തള്ളിപ്പറഞ്ഞത് അംഗീകരിക്കാനാകില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും വ്യക്തമാക്കി. അതിനിടെ അൻവറിന് അനുകൂലമായ പ്രസ്താവനയുമായി മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ടെന്ന് സൂചന ഇതോടെ നമുക്ക് വ്യക്തമാണ്. അൻവറും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി മുൻകൈയെടുത്ത് KC വേണുഗോപാലും മറ്റു ചില കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ച വാർത്തയും നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത്? അൻവറിന് എന്താണ് പറയാനുള്ളത്? അതുകൂടി കേൾക്കണ്ടേ? UDF തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടിരിക്കുകയാണെന്നും കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണെന്നും അൻവർ ഇന്നലെ പത്രസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. KC വേണുഗോപാലിനാണ് ഇനി ഏക പ്രതീക്ഷയെന്നും കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത ചൊറിയും ചിരങ്ങും പിടിച്ച ഒരുത്തനാണോ K വേണുഗോപാൽ എന്നും നമുക്ക് ഇനി മനസ്സിലാക്കാമെന്നാണ് അൻവർ പറയുന്നത്. K സുധാകരന്റെയും രമേശ് ചെന്നിത്തലയുടെയും പിന്തുണ തനിക്കുണ്ടെന്ന് പറഞ്ഞ അൻവർ VD സതീശനാണ് മുന്നണി പ്രവേശനം തടയുന്നതിന് പിന്നിലെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചു. UDF തീരുമാനപ്രകാരം സതീശനുമായി കൂടിക്കാഴ്ച നടത്തുകയും യോജിച്ചു പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. വിവരം 2 ദിവസത്തിനകം വാർത്താസമ്മേളനം വിളിച്ച് പറയുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പിന്നീട് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. സതീശനെ ആര് എങ്ങനെ പറ്റിച്ചെന്നും ജനങ്ങളോട് പറയണം. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഇതിൽ കുറ്റക്കാരൻ. അദ്ദേഹത്തെ ഈ കുഴിയിൽ ചാടിച്ച 1-2 ആളുകൾ കൂടിയുണ്ട്. UDF സഹകരിച്ചില്ലെങ്കിൽ TMC സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി കാല് പിടിക്കാനില്ലെന്ന് അൻവർ തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഭീഷണി പോലെ തോന്നുന്നില്ലേ? അതുപോലെ സുധാകരൻ, അതായത് മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ അൻവറിനെ ഫേവർ ചെയ്ത് വന്നിട്ടുണ്ട്. PV അൻവർ UDFൽ വരണമെന്ന് തന്റെ വ്യക്തിപരമായ ആഗ്രഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അൻവർ വിഷയത്തിൽ VD സതീശൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണ്ട, കൂടിയാലോചിച്ച് ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനം എടുത്താൽ മതി. തനിക്ക് അൻവറുമായി വൈകാരികമായ ഒരു അടുപ്പമുണ്ട്, ആ അടുപ്പം വെച്ചല്ല താൻ പറയുന്നതെന്നും അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണോ എന്നൊക്കെയാണ് K സുധാകരൻ പറയുന്നത്. അതുപോലെയാണ് KC വേണുഗോപാലും പറയുന്നത്. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ അൻവറിനെ സംരക്ഷിക്കണമെന്നും, എന്നാൽ ബാക്കിയുള്ളവർക്ക് ഇതല്ല നിലപാട്. എന്തായാലും ഇനി എന്താവുമെന്ന് കണ്ടു തന്നെ അറിയാം. നിലമ്പൂർ ആകെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണേ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.